ഇന്ന് നമ്മൾ പോകുന്നത് ജനുവരി 7 മുതൽ 13 വരെ തിരുവനന്തപുരം നിയമസഭാ മന്ദിരത്തിൽ സംഘടിപ്പിച്ച കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവം കാണാൻ വേണ്ടിയാണ്. കൊച്ചുകുട്ടികൾക്കും മുതിർന്നവർക്കും വിദ്യാർത്ഥികൾക്കും ഈ വായന എന്താണെന്ന് അറിയുവാനും ഈ അക്ഷരലോകത്തെ ആധുനിക മുന്നേറ്റങ്ങൾ മനസ്സിലാക്കാനും എല്ലാത്തിനുമുപരി നിയമസഭയെ അടുത്തറിയുവാനും അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുവാനുള്ള സുവർണാവസരമാണ് ഈ പുസ്തകോത്സവം. നിയമസഭാ മന്ദിരവും അതിനു ചുറ്റും ദീപങ്ങളാൽ അലങ്കരിച്ചിരിക്കുകയാണ്. ഈ വാതിലിൽ കൂടിയാണ് MLA-മാർ വാക്കൗട്ടിന് ശേഷം പുറത്തിറങ്ങി വരുന്നത്. അതിനുശേഷം മഹാത്മാഗാന്ധിയുടെ പ്രതിമയ്ക്ക് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്താറുമുണ്ട്. പുസ്തകോത്സവത്തിനായി കേരള നിയമസഭാ മന്ദിരം മുഴുവൻ വിപുലമായ വൈദ്യുത വിളക്കുകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. കേരള നിയമസഭാ സമുച്ചയത്തിലെ ഒരു പ്രധാന ലാൻഡ്മാർക്കാണ് ഈ ജലധാര. ആയിരക്കണക്കിന് സന്ദർശകർക്ക് കണ്ണിന് ആനന്ദം നൽകുന്ന ഒരു കാഴ്ചയാണ്. 22 മെയ് 1998 ആണ് നിയമസഭാ മന്ദിരം അന്നത്തെ പ്രസിഡന്റായിരുന്ന ശ്രീ KR നാരായണൻ ഉദ്ഘാടനം ചെയ്തത്. നിയമസഭാ മന്ദിരത്തിനകത്ത് ഒരു രീതിയിലുള്ള വീഡിയോയും ഫോട്ടോസും അനുവദിക്കുന്നതല്ല. അത് കാരണം ഞാൻ അകത്തുള്ള ഒരു ഫോട്ടോസും ഞാൻ എടുത്തിട്ടുമില്ല. നിയമസഭാ സമ്മേളനം നടക്കുമ്പോൾ പൊതുജനങ്ങൾക്ക് കാണാൻ ഏറ്റവും എളുപ്പമുള്ള മാർഗം അവിടുത്തെ MLA വഴി അഭ്യർത്ഥിക്കുക എന്നതാണ്. നിങ്ങൾ എന്നാണോ വരാൻ ഉദ്ദേശിക്കുന്നത് ആ ഡേറ്റ് വെച്ചാണ് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. നിയമസഭ ഇല്ലാത്ത ദിവസങ്ങളിൽ നിങ്ങൾക്ക് റിസപ്ഷനിൽ നിന്നും പാസ് എടുത്ത് ഉള്ളിൽ കയറാം. എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒരാൾ കൂടെ ഉണ്ടാവുകയും ചെയ്യും. അതുപോലെ 10 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഇതിനകത്ത് കയറ്റത്തുമില്ല.